നമുക്ക് മന്തി തിന്നാൻ പോയാലോ? അങ്ങനെ പണിയും കഴിഞ്ഞ് വന്ന് ചങ്ങായിമാരോട് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്ക് സെയ്ത്തൂന്. നല്ല അടിപൊളി മന്തി അതുമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോയതാണ് കേട്ടോ. ബാക്കി മക്കള് മന്തി കഴിച്ചിട്ടാ ഇവിടുത്തെ. അങ്ങനെ അമ്മ സെയ്ത്തൂരിലെത്തി. സെയ്ത്തൂരിൽ നോക്കുമ്പോഴത്തേക്ക് ലോകാളെ തിരക്ക് എന്നെല്ലാം പറഞ്ഞ ലോക തിരക്ക്. അങ്ങനെ ഓരോരാൾ ഇങ്ങനെ എൻ്റെ കോലം കണ്ടിട്ടായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു കുറെ ആൾക്കാർ കേട്ടാ. ഇത്രയും ആള് ജോഷായി ഇവിടുത്തെ മന്തി കഴിച്ചിട്ടുണ്ടോ? മന്തി കഴിച്ചാ ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. കഴിച്ചാ എത്രയായാലും എനിക്ക് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നതിന് ഗുണമുണ്ടായി. എന്താ വെച്ചാൽ കുറേ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും. സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ ആൾക്കാർ എന്താ വെച്ചാൽ ഭയങ്കര റഷായിരുന്നു. പിന്നെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നില്ല. സീറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താക്കി എത്രയായാലും റഷല്ലേ, അതിലിടക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരോ ആൾക്കാരോടും ഞാൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന മന്തി എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും പോസിറ്റീവായിട്ട് കേൾക്കുന്നത് എന്താ വെച്ചാൽ ഫുള്ള് അടിപൊളി മന്തിയാണ്. മന്തിനെ കുറിച്ചിട്ട് ഒരാൾക്കും ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. അത്രയും അടിപൊളി മന്തിയാണെന്നാണ് പുറത്തുള്ള ആൾക്കാർ. അത് കേട്ടിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് കേട്ടാ. എത്രയായാലും നമ്മൾ കഴിച്ചിട്ടാകുമ്പം ബാക്കി മന്തിനെ കുറിച്ചിട്ടുള്ളത് പറയാം. അതിനിടയ്ക്ക് നമ്മളിത് ദഫ്കളി പടപ്പേങ്ങാട് ടീമാണ്. അവർ വന്ന് അവർ നമ്മളോട് കുറച്ച് സംസാരിച്ച്. ഇനി ബാക്കി നമ്മൾ കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം. ഷവായി മസാല സൂപ്പറായിരുന്നേ, ഒരു രക്ഷയില്ല. ഇത് സ്പോട്ട് വരുന്നത് എളമ്പേരംപാറ നാടുകാണി കിൻഫ്രൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഓക്കെ, ബൈ ബൈ.